തോരാതെ പെയ്ത മഴ, മണ്ണിന്റെ നെഞ്ചുവിരിയിച്ച മരണത്തിന്റെ മറവിൽ അനവധി ഓർമ്മകൾക്കിടയാക്കി. ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും കാത്തിരിപ്പുള്ള ഒരു കാതിരിയായി ഈ മണ്ണ്. ഉരുൾപൊട്ടലിൽ പ്രിയരെ നഷ്ടപ്പെടുത്തിയവർ വീണ്ടും ഈ പുണ്യഭൂമിയിലേക്ക് എത്തി. ഒരു കൈയിൽ പൂക്കളും മറുകൈയിൽ മിഠായികളും തളിർവെറ്റിലയും. മറക്കാനാകാത്ത ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു ഫ്ലെക്സ് ബോർഡിൽ ആകെ ചിരിയോടെയുള്ള കുഞ്ഞു ചിത്രങ്ങൾ. അതിലൊരു ഒറ്റച്ചിരി കണ്ടിട്ട് പൊട്ടിക്കരയുന്ന അമ്മമാരും പിതാക്കളും. കൈകൂപ്പി നിന്നവർ കണ്ണീരുമായിട്ടുള്ള പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ പുഴുത്ത ഈ മണ്ണ് പോലും മനം കുളിർന്നു. ജൂലൈ 30, ഹൃദയഭൂമി വീണ്ടും സാക്ഷിയായി. ഒരുമിച്ച് താമസിച്ചവരുടെ പാതകളിലൂടെ വീണ്ടും കാൽവയ്പുകൾ. മറവിക്കൊപ്പം ഓർമ്മയും വന്നപ്പോൾ അയൽക്കാരെ കണ്ടതിൻ്റെ സന്തോഷം പിന്നെ കണ്ണീരായി മാറി. ഓർമ്മകൾ കൊണ്ട് ഇരുണ്ട ഒരിടമാണ് ഹൃദയഭൂമി. പ്രാർത്ഥനകൾക്ക് ശേഷം പോലും മടങ്ങാൻ മനസ്സില്ലാതെ നിന്നതും അതുകൊണ്ട് തന്നെയാണ്. സർവമത പ്രാർത്ഥനകളും രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യവും കാണാനാകും ഇവിടെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖം ഇന്നും അവരോടൊപ്പം കൂടെ ജീവിക്കുന്നു. വീട്, കൃഷിയിടം, കണിവുമായ സ്വപ്നങ്ങൾ എല്ലാം മണ്ണിൽ തങ്ങിക്കിടക്കുന്നു. ഇനി അതൊന്നും വീണ്ടെടുക്കാനാകില്ലെന്ന തിരിച്ചറിവ്. അതിൻ്റെ ചൂട് ഇന്നും പൊള്ളിക്കുന്നു. ഷെൽട്ടർ ഹോമിൽ വാടക വീട് പട്ടിണിയോടെ കഴിയുന്ന നാൾക്കിടയിലൂടെ വീണ്ടും പിടിച്ചു നിൽക്കാനുള്ള പൊരിവാൽ. വേദനയുടെ ആഴം പറഞ്ഞു തീരുമോ? അവരിലെ മുറിവുകൾ ഇനിയും മയങ്ങേണ്ടതുണ്ട്. ഓർമ്മകൾക്കപ്പുറമുള്ള വലിയ പോരാട്ടം ജീവിതമായി തീർന്നവർ ഇനിയും അതിൽ കറങ്ങുകയാണ്. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.